ആറളഫ പുനരധിവാസ മേഖലയിൽ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. SC ST വിഭാഗങ്ങൾക്കായി ആറളഫ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നടന്ന അദാലത്ത് എം ഹേമലത IPS ഉദ്ഘാടനം ചെയ്തു. ആറളഫ പുനരധിവാസ മേഖലയിലെ SC ST വിഭാഗങ്ങൾക്കായി ആറളഫ 7-ാം ബ്ലോക്കിലെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വെച്ച് പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. പരാതികളും നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളും കിട്ടാനുള്ള അനുകൂലങ്ങളും സമയത്ത് കിട്ടുന്നുണ്ടോ, അതൊക്കെ കിട്ടാനുള്ള വഴിവെപ്പുകൾ എന്താ, നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളോട് കുറച്ചും കൂടി നാട്ടുകാരായിട്ട് ഉദ്യോഗസ്ഥന്മാരും നിങ്ങളോട് തന്നെ അടുത്ത് നിങ്ങളുടെ ഒരുത്തരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ കണ്ണൂർ പോലീസ് ജില്ലയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഈ അദാലത്തിൻ്റെ പ്രോഗ്രാം. സോ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രതിനിധികളും ഇവിടെ ഉണ്ട്. നിങ്ങളുടെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓരോരോ രീതിയിലുള്ള പരാതികളെയും പരിഗണിച്ച് ചെയ്യാൻ പറ്റിയ നിവർത്തനങ്ങളെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു മാർഗത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സോ എല്ലാവരും അവരവരുടെ പരാതികളെ ഇവരടുത്ത് കൊടുത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വേണം, ഇനി വേണ്ടാന്നുള്ളത് എന്താ, ആർക്കൊക്കെ ആധാർ കാർഡ് എടുക്കാനുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുണ്ട്, കുട്ടികളുടെ വിഷയങ്ങളിൽ, മെഡിസിൻ്റെ വിഷയങ്ങളിൽ, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളിൽ, ബാക്കിയുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒരു ചർച്ച നടത്താനുമുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഈ പറഞ്ഞ അദാലത്ത് നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. സോ എല്ലാ നാട്ടുകാരും ഈ ഒരു പദ്ധതിയെ നല്ല രീതിയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്ത രീതിയിലുള്ള ഒരു വികസനത്തേക്ക് എത്താനുള്ള ഒരു പദ്ധതിയായിട്ട് ഇത് വിചാരിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നത്. റൂറൽ SP ഹേമലത IPS അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. ആറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷ് അധ്യക്ഷനായിരുന്നു. അഡീഷണൽ SP രഞ്ജിത്ത്, ഇരിട്ടി ASP യോഗേഷ് മന്തയ്യ IPS, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K വേലായുധൻ എന്നിവർ ചടങ്ങിന് മുഖ്യാതിഥികളായി പങ്കെടുത്തു. ആറളം ഫാം നിവാസികളിൽ നിന്നും ജില്ലാ പോലീസ് മേധാവി M ഹേമലത പരാതികൾ നേരിട്ട് കേൾക്കുകയും സ്വീകരിക്കുകയും അഡീഷണൽ SP രഞ്ജിത്ത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് പരാതികൾ കൈമാറുകയും പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയും ചെയ്തു. 500-ൽ പരം പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ST, കൃഷിവകുപ്പ്, AEO, ഫാം സ്കൂൾ അധികൃതർ, ഇരിട്ടി താലൂക്ക് സപ്ലൈ ഓഫീസ്, ആരോഗ്യവകുപ്പ്, VEO, KCB, കുടുംബശ്രീ, MVD തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ അദാലത്തിൽ പങ്കെടുത്തു. വാർഡ് മെമ്പർ മിനി ദിനേശൻ, ബ്ലോക്ക് മെമ്പർ ശോഭ എന്നിവരും സന്നിഹിതരായിരുന്നു. നിങ്ങളെ ഇനിയും ഒരുപാട് ചേർത്ത് നിർത്താനുണ്ടെന്ന് എനിക്കറിയാം, ഡിപ്പാർട്ട്മെന്റിനും അറിയാം. ആ ചേർത്ത് നിർത്തലുകളാണ് ഇത്. ഒരു വേള പറഞ്ഞാൽ ഞങ്ങൾ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഞങ്ങളിൽ പല ആളുകളും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്ക അവസ്ഥയിൽ നിന്ന് തന്നെയാണ്. പക്ഷേ എല്ലാവരും ഒരു വേള ഒരു സ്ഥാനത്തെത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ വന്ന വഴി മറന്നു പോവുകയാണ് പതിവ്. നിങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് ഒരുക്കി തരേണ്ടതെന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ വരുന്ന സമയത്ത് തന്നെ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചൊരു കാര്യമാണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് കുടിവെള്ളം ഉണ്ടാകുമോ എന്നാണ്. കാരണം ഈ ഭൂമിയുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ തോന്നുന്നുണ്ട് ഇവിടെ കുടിവെള്ളം ഉണ്ടാകില്ലെന്ന്. വലിയ പ്രശ്നങ്ങൾ, പരിഹാരങ്ങൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിത്തരാൻ ബാധ്യസ്ഥരാണ്. വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പരാതികൾക്ക് കൊടുന്നതിന് പെട്ടെന്നുള്ള പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് മറ്റു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണ് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും, യാതൊരു സംശയവും വേണ്ട. ധൈര്യമായി എല്ലാവരും മുന്നോട്ട് വരണം. ഒരുപാട് ഉന്നതിയിലുള്ള വിദ്യാഭ്യാസമുള്ള കുട്ടികളുണ്ട്, ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം പാതി വഴി നിർത്തിപ്പോകുന്നവരുണ്ട്. വിദ്യയിലൂടെ ഉന്നതിയിലേക്ക് വരണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങളൊക്കെ ഒരു തലമുറ, ഞാൻ അടങ്ങുന്ന ഈ പോലീസ് ഓഫീസർമാരുടെയും പല ഓഫീസർമാരുടെയും തലമുറകൾ വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്നു വന്നവരാണ്. അതിന് ഇന്നിരിക്കുന്ന എല്ലാവരും, മേഡമടക്കം എല്ലാവരും വിദ്യാഭ്യാസത്തെ കൊണ്ട് ഉയർന്നു വന്നവരാണ്. അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. മക്കളെ നന്നായി പഠിപ്പിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജനമൈത്രിയുടെ ഈ പ്രോജക്റ്റിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.